നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡീസ് സെൻറ്ററിൽ നിന്നും. നീറ്റ് 2025 മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തി തയ്യാറാക്കിയ കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ നിന്നുള്ള കേരളത്തിലെ MBBSൻ്റെയും BDSൻ്റെയും 3ാം ഘട്ട അലോട്ട്മെൻറ്റ് അതിൻ്റെ ഷെഡ്യൂൾ പുനർക്രമീകരിച്ചിരിക്കുന്നു. mcc.nic.in എന്ന വെബ്സൈറ്റ് വഴിയുള്ള ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിൻ്റെ 3ാം ഘട്ടം മാറ്റിയ ആ ഒരു സാഹചര്യത്തിലാണ് കേരള അലോട്ട്മെൻറ്റും മാറ്റിവെക്കേണ്ട സാഹചര്യമുണ്ടായത്. കേരളത്തിലെ ഗവൺമെൻറ് 14 മെഡിക്കൽ കോളേജുകളും 21 സ്വകാര്യ മെഡിക്കൽ കോളേജുകളും അതുപോലെ BDSൻ്റെ കോളേജുകളുടെയും ഓപ്ഷനാണ് 3ാം ഘട്ടത്തിൽ ഓപ്ഷൻ കൺഫർമേഷനായിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം കേരള മെഡിക്കൽ കോളേജ് പാലക്കാട് മങ്ങാട് പുതിയതായിട്ട് ആരംഭിച്ച സെൽഫ് ഫിനാൻസിങ് കോളേജും ഓപ്ഷൻ കൊടുക്കാനായി അവൈലബിൾ ആയിരുന്നു. ഇതിൻ്റെ അലോട്ട്മെൻറ്റും അതുപോലെ തന്നെ ഓൾറെഡി അലോട്ട്മെൻറ്റ് എടുത്ത വിദ്യാർത്ഥികൾക്ക് റിസൈൻ ചെയ്യാനുള്ള ഷെഡ്യൂളാണ് ഇപ്പോൾ പുനർക്രമീകരിച്ചിരിക്കുന്നത്. 3ാം ഘട്ട അലോട്ട്മെൻറ്റിൽ ഓൾറെഡി ഓപ്ഷൻ കൺഫർമേഷൻ കൊടുത്തവർക്കും അറേഞ്ച്മെൻറ്റ് ചെയ്തവർക്കും മാറ്റങ്ങളൊന്നുമില്ല എങ്കിൽ ഇപ്പോൾ വീണ്ടും കൺഫർമേഷൻ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയില്ല. ഓൾറെഡി കൺഫേം ചെയ്തിട്ട് മാറ്റമൊന്നും ആഗ്രഹിക്കാത്തവർ വീണ്ടും വെബ്സൈറ്റിൽ പ്രവേശിക്കേണ്ടതായിട്ടില്ല. ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ആപ്ലിക്കേഷൻ നമ്പരും പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് 22-ാം തീയതി രാത്രി 11:59 12 മണി വരെ രാത്രി 12 മണി വരെയാണ് ഓപ്ഷൻ കൺഫർമേഷനും ഓൾറെഡി ഉള്ള ഹയർ ഓപ്ഷൻസിനെ അറേഞ്ച് ചെയ്യാനുള്ള അവസരം. 24-ാം തീയതിയാണ് പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നത്. ഫൈനൽ അലോട്ട്മെൻറ്റ് 25-ാം തീയതിയും അതോടൊപ്പം നവംബർ 1-ാം തീയതിക്കുള്ളിൽ കോളേജുകളുടെ പ്രവേശനവും. അപ്പോൾ ഒരു കോളേജ് മാറ്റം കിട്ടിയിട്ടുണ്ടെങ്കിൽ നവംബർ 1-ാം തീയതി വൈകുന്നേരത്തിനുള്ളിൽ ആ കോളേജുകളിൽ ചെന്ന സർട്ടിഫിക്കറ്റുകൾ കൊടുത്ത് മുഴുവൻ ഫീസും അടച്ച് അഡ്മിഷൻ ഉറപ്പാക്കണം. ഈ 2 അലോട്ട്മെൻറ്റുകളിലും സീറ്റൊന്നും കിട്ടാത്തവർക്ക് അവരുടെ എല്ലാ ഓപ്ഷനുകളും കൺഫർമേഷൻ ചെയ്യാനും ഒപ്പം പാലക്കാട് പുതിയതായിട്ട് അനുവദിച്ച കോളേജ് അവരവരുടെ ഓപ്ഷനിൽ ഉൾപ്പെടുത്താനും ഒക്കെയുള്ള സാഹചര്യം 22-ാം തീയതി വൈകുന്നേരം വരെയുണ്ട്. അതനുസരിച്ച് 24-ാം തീയതിയാണ് പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് വരുന്നത്. നമുക്കറിയാം, ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് 18-ാം തീയതിയാണ് MCCയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നത്. അതനുസരിച്ച് ഓൾ ഇന്ത്യ കോട്ടയിൽ ഒരു ഗവൺമെൻറ് മേഖലയിൽ ഒരു സീറ്റ് ലഭിച്ചാൽ കേരളത്തിൽ നിന്നും റിസൈൻ ചെയ്യാനുള്ള അവസരവും മാറ്റിയിട്ടുണ്ട്. മുൻപത്തെ ഷെഡ്യൂൾ അനുസരിച്ച് 14-ാം തീയതി അവസാനിച്ച റെസിഗ്നേഷനാണ് ഇപ്പോൾ 22-ാം തീയതി വരെ കേരളത്തിൽ ഓൾറെഡി കിട്ടിയ അഡ്മിഷൻ റദ്ദാക്കുവാനുള്ള അവസരം. 22-ാം തീയതി വൈകുന്നേരം 5 മണി വരെയാണ് കേരളത്തിൽ എടുത്തിരിക്കുന്ന MBBSൻ്റെയും BDSൻ്റെയും ഗവൺമെൻറ് മേഖലയുടെയും സ്വകാര്യ മേഖലയുടെയും അഡ്മിഷൻ ക്യാൻസൽ ചെയ്യാനുള്ള അവസരം. 22-ാം തീയതിക്കുള്ളിൽ ക്യാൻസൽ ചെയ്ത് ഓൾ ഇന്ത്യയിൽ ലഭിച്ചിരിക്കുന്ന അഡ്മിഷനിലേക്ക് നിങ്ങൾക്ക് മടങ്ങാം. അതല്ല എന്നുണ്ടെങ്കിൽ ഈ വർഷം ലഭിച്ച അഡ്മിഷൻ നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിലും ഈ 22-ാം തീയതിക്കുള്ളിൽ നിങ്ങൾക്ക് ക്വിറ്റ് ചെയ്യാം. അതോടൊപ്പം സ്ട്രേ വേക്കൻസിയിൽ അവൈലബിൾ ചോയ്സുകൾ വീണ്ടും ഫില്ല് ചെയ്ത് ഈ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുകയും ചെയ്യാം. എന്നാൽ ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിൽ ചേർന്ന വിദ്യാർത്ഥികൾക്കും ഓൾ ഇന്ത്യയിൽ അലോട്ടഡ് ആയ വിദ്യാർത്ഥികൾക്കും കേരളത്തിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്കും സ്ട്രേ വേക്കൻസിയിൽ പങ്കെടുക്കുവാൻ അനുവാദമുണ്ടായിരിക്കുന്നതല്ല. കേരളത്തിലെ 14 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളും ഇപ്പോൾ പുതിയതായിട്ട് അനുവദിച്ച കോളേജ് ഉൾപ്പെടെ 21 സ്വകാര്യ മെഡിക്കൽ കോളേജുകളും BDSൻ്റെ കോളേജുകളുമാണ് ഈ അലോട്ട്മെൻറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് 2ാമത്തെ അലോട്ട്മെൻറ്റിൽ കിട്ടിയ സീറ്റിനേക്കാളും ഹയർ ഓപ്ഷനെ പരിഗണിക്കണമെങ്കിലാണ് ഇപ്പോൾ ഓപ്ഷൻ കൺഫർമേഷൻ 22-ാം തീയതി വരെ നീട്ടിയിരിക്കുന്നത്. ഇതനുസരിച്ച് 24-ാം തീയതി പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുകയും 25-ാം തീയതി മുതൽ നവംബർ 1-ാം തീയതിക്കുള്ളിൽ കോളേജുകളുടെ പ്രവേശനം ഉറപ്പാക്കുകയും ചെയ്യാം. 3ാം ഘട്ടത്തിന് ശേഷം ഒഴിവ് വരുന്ന സീറ്റുകൾ സ്ട്രേ വേക്കൻസി 4ാം ഘട്ട അലോട്ട്മെൻറ്റിൽ ഉൾപ്പെടുത്തുകയും അവയുടെ വേക്കൻസി ലിസ്റ്റ് ഓരോ കോളേജിൻ്റെയും ഓരോ കാറ്റഗറിയുടെയും അടിസ്ഥാനത്തിൽ സീറ്റുകളുടെ അവൈലബിലിറ്റി പ്രസിദ്ധീകരിക്കുകയും ഇതുവരെയും ഓൾ ഇന്ത്യ തലത്തിലോ കേരള തലത്തിലോ യാതൊരുവിധ സീറ്റ് ലഭിക്കാത്തവർക്ക് 4ാം ഘട്ട അലോട്ട്മെൻറ്റിൽ പുതിയതായി ചോയ്സുകൾ കൊടുക്കാനുള്ള അവസരമുണ്ടായിരിക്കുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ നവംബർ 1-ാം തീയതിക്ക് ശേഷം കേരള എൻട്രൻസ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തും. അതുപോലെ തന്നെ mcc.nic.in എന്ന വെബ്സൈറ്റ് വഴി ഓൾ ഇന്ത്യ തലത്തിൽ ഒഴിവ് വരുന്ന സീറ്റുകളും നവംബർ 1-ാം തീയതിക്ക് ശേഷം പ്രസിദ്ധപ്പെടുത്തുകയും 4ാം ഘട്ട അലോട്ട്മെൻറ്റ് അതായത് സ്ട്രേ വേക്കൻസി ഓൾ ഇന്ത്യ തലത്തിൽ ആദ്യം നടത്തുകയും അതിനുശേഷം അതിലും അഡ്മിഷൻ ലഭിക്കാത്തവർക്കായിരിക്കും കേരളത്തിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുക. അതോടുകൂടി നീറ്റ് 2025 അനുസരിച്ച് ഈ വർഷത്തെ MBBS BDS പ്രവേശനം അവസാനിക്കും. കേരള മെഡിക്കലിൻ്റെ അലോട്ട്മെൻറ്റുമായിട്ടുള്ള ബന്ധപ്പെട്ട മറ്റു വാർത്തകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.
Brilliant Study Center, India's #1 coaching center for NEET and JEE.